ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാനുവൽ വാട്ടർ സ്പ്രെയർ ആണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഏകദേശം ഒരു 1.5 വർഷം മുൻപ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊരു 2 ലിറ്ററിൻ്റെ സ്പ്രെയർ ആണ്. ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടി കേട്ടോ. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ഇതിനെ റിവ്യൂ ചെയ്യുന്നില്ല. ഇതിൻ്റെ പ്ലാസ്റ്റിക്കിന് നല്ല ഹാർഡായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് വാങ്ങിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ ഇത് കൈയുള്ള ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ ഇത് മാനുവലായിട്ട് പമ്പ് ചെയ്യില്ല. അപ്പോൾ ഈ പമ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഒരു വാഷറുണ്ട്. അപ്പോൾ ഈ വാഷർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇത് പമ്പ് ചെയ്യുമ്പോൾ തേയ്മാനം വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്, അതല്ലെങ്കിൽ അത് ബെൻഡായിട്ട് നിൽക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണ് ഇത് നമ്മളിത് പമ്പ് ചെയ്യുന്ന സമയത്ത് എയർ ഇതിനകത്ത് നിൽക്കാതെ വരും. ഇതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് അതാണ് കാണിക്കാറ്. കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര പമ്പ് ചെയ്താലും എയർ നിൽക്കില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചത് കംപ്ലയിൻ്റ് ആയിപ്പോയി, ഇനി ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. ഒരു പേടിയും പേടിക്കേണ്ട. ഇതിനകത്ത് ആ വാഷർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ നമുക്കത് സുഖമായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും. പഴയതുപോലെ നമുക്ക് സ്മൂത്തായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ വാഷർ ചേഞ്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇതുപോലെ അയച്ചെടുക്കുക. ഓക്കെ, ഇത് ഇങ്ങോട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും. ഇതാണ് ഇതിൻ്റെ വാഷർ. ഈ വാഷർ ലൂസായി കിടക്കുന്നുണ്ടോ? ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് നമ്മൾ ഒരുപാട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പമ്പ് ചെയ്യുമ്പോൾ അത് ഒരുപാട് എന്താ പറയുക, സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് നാളാകുമ്പോൾ ഇത് ലൂസാവും, റബ്ബർ ആയതുകൊണ്ട് തന്നെ. ഇത് നമ്മൾ ഈ ഒരു ഹെഡിൽ നിന്ന് അയച്ചെടുക്കുക. ഈ ഒരു വാഷറിൻ്റെ ഹെഡ് ഉണ്ടെന്ന് നമ്മളിത് ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഇത് അയച്ചെടുക്കാൻ വേണ്ടി പറ്റും. ത്രെഡാണ്. ഇനി നമ്മൾ പുതിയ വാഷർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് വാഷർ. അപ്പോൾ ഇത് നല്ല ഹാർഡായിട്ടുള്ള, നല്ല ടൈറ്റ് ലൂസൊന്നുമില്ല. ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ വാഷർ വരുന്നത്. ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ രണ്ടെണ്ണം എക്സ്ട്രാ അവർ വെച്ചിട്ടുണ്ടാകും. അത് എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഇതൊരു പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മളിതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതിനകത്തൊക്കെ പൊടി ഉണ്ടാവും. നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ വാഷർ അയച്ചിട്ടും ക്ലീൻ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ അതിന് മുൻപും നിങ്ങൾക്ക് ക്ലീൻ ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഇതിൻ്റെ ആ ത്രെഡിൻ്റെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതൊന്ന് അയച്ചെടുക്കുക. വളരെ ഈസി ആയിട്ട് അയച്ചെടുക്കാൻ വേണ്ടി പറ്റും, കാരണം ലൂസായതാണ്. ഇനി ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പിലുള്ള ചളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ബ്രഷ് ഉപയോഗിച്ചിട്ട് അഴുക്കൊക്കെ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ പുതിയ വാഷർ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ഇതിടുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കും, കുറച്ച് റിസ്ക് ആയിരിക്കും. കാരണം പഴയത് ഊരിയെടുത്താൽ അത്ര ഒരു സ്മൂത്ത് ആവില്ല. കാരണം പഴയത് ലൂസായിരുന്നു ഓൾറെഡി. ഇത് കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് റിസ്ക് ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ വാഷർ ഇതിൻ്റെ അകത്ത് ഇട്ടു. ഇനി നമ്മളിതിൻ്റെ ആ ത്രെഡ് നമ്മൾ കുറച്ച് ഓയിൽ കൊടുക്കുക. ഞാനത് യൂസ്ഡ് എൻജിൻ ഓയിലാണ്. അപ്പോൾ അത് നമ്മൾ അതിൽ പുരട്ടി കൊടുക്കുക. ഇനി ഇതുപോലെ ഇതിൻ്റെ അകത്തോട്ട് തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഈ ഒരു വാഷർ നമ്മൾ ചേഞ്ച് ആക്കിയ വാഷറും കുറച്ച് ഓയിലിൽ നമ്മളിതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം നല്ല സ്മൂത്തായിട്ട് ഇത് വർക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒരു 2 മന്ത് കൂടുമ്പോൾ നമ്മളിതുപോലെ ഓയിലൊക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഈ ഒരു വാഷർ നിൽക്കും. ഞാൻ അങ്ങനെ ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ വാഷറിൻ്റെ അടുത്ത് പെട്ടെന്ന് പോയത്. ഇനി ഇതിൻ്റെ അകത്തോട്ടും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കിത് സ്മൂത്തായിട്ട് ഇത് പമ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിനകത്തോട്ട് തിരിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ. ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു റബ്ബർ ടോപ്പുണ്ട്. ഇതുപോലെ അയച്ചെടുക്കുക. അപ്പോൾ ഒരു ഹോൾ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത ഓയിലെല്ലാം നമ്മൾ പുറത്ത് കളയാനായിട്ട് ഇതിലൂടെ നമുക്ക് സാധിക്കും. ഓവറായിട്ട് ഓയിൽ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിലെല്ലാം ഇതിൻ്റെ അകത്തോട്ട് പുറത്ത് പോകും. ഓക്കെ, അപ്പോൾ ഇതിനകത്തോട്ട് വലിയ ഓയിലൊന്നുമില്ല. ഇനി ഈ ഒരു ടോപ്പ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്താൽ ഇത് അവിടെ നിൽക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സുഖമായിട്ട് ഇത് വർക്ക് ചെയ്യാനായിട്ട്, സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ വാഷറും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ടൈറ്റാക്കാൻ മുന്നേ ഒരു ചെറിയ ലോക്ക് ഉണ്ട്. ഈ ലോക്ക് നമ്മൾ നന്നായി ക്ലീൻ ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതുപോലെ വൃത്തിയായി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക.
ഇട്ട് കൊടുക്കാനൊക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇത് തിരിച്ചിടുന്നതിന് മുൻപ് ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പൂയി മണലൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ടൈറ്റ് ആവില്ല. അങ്ങനെ ടൈറ്റ് ആവാതെ വരുമ്പോൾ ഇത് എയർ ഔട്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഇതുപോലെ ഇത് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഇനി ഒന്ന് പമ്പ് ചെയ്ത് വെക്കുക. ഈ പമ്പ് ചെയ്യുന്ന സമയത്ത് ഇതിന് അകത്ത് കുടുങ്ങി കിടക്കുന്ന ഓയിൽ ഉണ്ടെങ്കിൽ വീണ്ടും അത് പുറത്തോട്ട് ഇതുപോലെ നമുക്ക് കളയാൻ പറ്റും. അപ്പോൾ ഈ ഓയിൽ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്തോടെ കളയണം. അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വാട്ടറിൻ്റെ അകത്ത് ഇത് ആഡ് ചെയ്യും, മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് ദോഷമാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. സോപ്പ് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പമ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്തോടെ ഇടാൻ പറ്റുള്ളൂ. ഇനി ഈ ഇതിൻ്റെ എൻഡിൽ, ഈ പൈപ്പിൻ്റെ എൻഡിൽ ഫിൽറ്റർ വരുന്നുണ്ട്. ഇതൊക്കെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ പഴയതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഈ ത്രെഡ് തിരിഞ്ഞ് പോകരുത്. അതിൻ്റെ ആ ഒരു രൂപത്തിൽ തന്നെ തിരിച്ച് ഇപ്പോൾ നന്നായി ടൈറ്റ് ചെയ്യുക. ഇനി നമ്മളിത് പമ്പ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ആ ഒരു എന്താ പറയുക, നല്ല സ്മൂത്ത് ഉണ്ട്. ഇപ്പോൾ ഭയങ്കരമായിട്ട് നല്ല സ്മൂത്ത് ഉണ്ട്. മറ്റേത് ഭയങ്കര ഹാർഡായിരുന്നു. ഭയങ്കരമായിട്ട് നല്ല സ്മൂത്ത് ഉണ്ട്. ഉണ്ടോ? സ്പ്രേ ചെയ്യുമ്പോൾ വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങി, സ്പ്രേ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഉണ്ടോ, നമ്മൾ ഇത് ആ ഒരു വാഷറിൻ്റെ വിഷയം തന്നെ ആയിരുന്നു. ഇപ്പോൾ വാഷർ ചേഞ്ച് ആയേക്ക് ഇതിനകത്തോട് നല്ല എയറിലായിട്ടാണ് ഇതിങ്ങനെ കുറച്ച് വെള്ളം വരുന്നത്. നന്നായിട്ട് പമ്പ് ചെയ്യാം. ഉണ്ടോ, ഇപ്പോൾ നമുക്ക് സ്പ്രേ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അപ്പോൾ വാഷറും ചേഞ്ച് ചെയ്ത് കൊടുത്താൽ നമുക്കിത് പഴയതുപോലെ വർക്ക് ചെയ്യിക്കാം. ഇടയ്ക്കൊക്കെ നമുക്കിതുപോലെ ഓയിലൊക്കെ കൊടുത്തിട്ട് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യിക്കാൻ നോക്കാം. അപ്പോൾ എന്നാലും ഒരുപാട് കാലം നിൽക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.